മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവന്റെ ചരിത്രം എടുത്തു നോക്കൂ. അവരൊക്കെ ഷെയ്ഖ് ജീലാനി തങ്ങളെപ്പോലെ ബാവ മുതുവിന്ന് കുത്തുബും ഗൗസുമായി കടന്നു വന്നവരാണ്. ഉമ്മാന്റെ വയറ്റിൽ വെച്ച് തന്നെ പ്രത്യേകമായ പല കറാമത്തുകളും ബോധ്യപ്പെട്ടവരാണ്. അവർ ചരിത്രത്തിൽ കാണാം. അവരുടെ അമ്മാവൻ തന്നെ മൻസൂർ എന്നവർ വലിയ വലിയായിരുന്നു. പെങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് കാര്യമായ മഹാനെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വയറ്റിൽ വെച്ചിട്ടുള്ള അവരുടെ സംസാരം ബഹുമാനപ്പെട്ട അമ്മാവനായ വലിയായ മൻസൂർ എന്നവർ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്ന് മാത്രമല്ല, ഗർഭനാളിൽ ഗർഭം ചുമന്നുകൊണ്ടിരിക്കുന്ന നാളിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങളുടെ ഉമ്മ, ആ മാതാവ് തന്നെ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? കിതാബിൽ കാണാം. കാലത്ത് ഉമ്മുഹു യാ വലദി സയ്യിദി അഹ്മദുൽ കബീർ കുല്ലി ശൈഅൻ മിനൽ വഅദി വൻ നസീഹ വഹ്ദിനി ലസ്സിറാത്തിൽ മുസ്തഖീം. ഗർഭം ചുമക്കുന്ന കാലം മാതാവ് ഈ കുഞ്ഞിനോട് പറയാണ്, മോനെ, വയറ്റിലുള്ള മോനോട് ഉമ്മാക്കൊരു വസീയത്ത് കൊണ്ടാ, നസീഹത്ത് കൊണ്ടാ. ഉടനെ തന്നെ വയറ്റിൽ കിടക്കുന്ന മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞു. നസീഹത്തുകൾ കാണാം. ദാവിമി ത്വഹാറ, ദാവിമി സൗം, ദാവിമി സുഖൂത്ത്, ദാവിമിൽ ഖൽവ, ദാവിം ദിക്റുല്ലാഹി മഅൽ ഇഖ്ലാസ്. ഉമ്മാനോട് പറയാം, ഉമ്മ എപ്പോഴും വുളൂഓട് ശുദ്ധിയോടുകൂടി നടക്കണം. അനാവശ്യ സംസാരങ്ങളിലേക്ക് പോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ദിക്റിനെ പരമാവധി പെരുപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഉമ്മാക്ക് വയറ്റിൽ കിടക്കുന്ന കാലം ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി എന്നവർ കൊടുത്ത നസീഹത്താണ്.